Hi dears, welcome back to our family. എൻ്റെ അപ്പോൾ ഇന്ന് എൻ്റെ സ്കാനിങ്ങിൻ്റെ ഡേ ആണ്, അനോമലി സ്കാനിങ്ങിൻ്റെ ഡേ ആണ് കേട്ടോ. സോ ഞാനും ബേബിയും കൂടെ അതിന് പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. കൊല്ലത്ത് വെച്ചിട്ടാണ് അല്ലേ ബേബി? വാവയ്ക്ക് ഫുഡ് കൊടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് വിചാരിച്ചു. കാര്യം ഞാൻ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും. ദേവിയുണ്ട് കൂടെ, ഇവനെ അവളെ ഏൽപ്പിക്കാം. അപ്പോൾ ഫുഡ് കൊടുത്തിട്ട് അതാണ് ഇദ്ദേഹം മൊത്തം നനഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ മാറ്റണ്ട, നല്ല ഉടുപ്പായിരുന്നു. ഞാൻ എല്ലാ സാധനങ്ങളൊക്കെ പറക്കിയെടുത്തിട്ട് ഞാൻ പോയിട്ട് വരട്ടെ. എന്നോട് അവർ 11 മണിയൊക്കെ ആകുമ്പോഴത്തേന് എത്താൻ പറഞ്ഞു. അനോമലി സ്കാനിങ് തുടങ്ങുന്നത് ആ ഒരു ടൈമിലാണെന്ന് പറഞ്ഞു. ഞാൻ 11 മണിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വിനോദ് സാറായിരുന്നു സ്കാൻ ചെയ്യേണ്ടത്. കാശി ബേബീൻ്റെ സമയത്തും ആ സാറായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇരുന്ന് ഏകദേശം 5 മണി 5:30 ആവാറായപ്പോഴത്തേനാണ് സ്കാനിങ്ങിന് കയറ്റിയിട്ടുണ്ടായിരുന്നത്. ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞൊരു 3 മണി അല്ല ഒരു 12 മണിയൊക്കെ 1 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ അടുത്ത് പറഞ്ഞു പോയി എന്തെങ്കിലും വെള്ളമൊക്കെ കുടിച്ചിട്ട് വരാൻ പറഞ്ഞു. വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ നേണ്ട കാശി ബേബി ഓട്ടോ ആയിരുന്നു. അതിനുശേഷം പിന്നെ 5:30 ആയപ്പോഴത്തേനാണ് എൻ്റെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയപ്പോൾ 6:30 ആയി. അപ്പം ഇന്നലെ ആയിരുന്നു എനിക്ക് സ്കാനിങ് ഉണ്ടായിരുന്നത്. അന്നേരം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. രാവിലെ 11 മണിക്ക് പോയാൽ ഞാൻ തിരിച്ച് വീട്ടിലെത്തുന്നത് 6:30-ക്കാണ്. 5 മണിയായപ്പോഴത്തേനാണ് സെക്കൻഡ് സ്കാനിങ് കഴിഞ്ഞത്. ഇപ്പം അനോമലി എൻ്റെത് 5D സ്കാൻ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടിട്ട് ഇപ്പം ആലപ്പുഴ ഒരു പ്രോബ്ലം നടന്നല്ലോ ഒരു കുഞ്ഞിൻ്റെ. അതുകൊണ്ടിട്ട് ഇപ്പോൾ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടാണ് അനോമലി സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ കാശിയുടെ സമയത്ത് ഒറ്റ സ്കാനിങ്ങേ ഉള്ളായിരുന്നു. ഇപ്പോൾ വെച്ചാൽ ആദ്യം ഒരു സ്കാൻ ചെയ്തതിന് ശേഷം പിന്നെ 1 അവർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്കാന് ഇരുന്നിരുന്ന് ആദ്യം വന്നു. അനോമലി ചെയ്യാൻ തന്നെ 6 പേരുണ്ടായിരുന്നു. എനിക്ക് 5ാമത്തെ ടോക്കണാണ് കിട്ടിയത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അല്ലാതുള്ള സ്കാനിങ്ങുകാരുണ്ടായിരുന്നു. എൻ്റെ പൊന്നു കുഴഞ്ഞു പോയി. അതുകൊണ്ടിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു, അവിടെ വെച്ചൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് ക്ലിപ്സ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകാനായിട്ട് ഇറങ്ങിയേക്കാണ്. ഇതാണ് എൻ്റെ സ്കാനിങ് റിപ്പോർട്ട്. അപ്പോൾ ഇത് കൊണ്ട് ചെന്ന് ഡോക്ടറെ കാണിച്ച് ഡോക്ടർ എന്താണെന്ന് പറയുന്നത് അറിഞ്ഞതിന് ശേഷം ഒരു സമാധാനമാകത്തുള്ളൂ. അപ്പം ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പം പോയിട്ട് ഇതാ വരുന്നത്. എന്നിട്ട് വന്നിട്ട് കുഞ്ഞുവാവേനെയൊക്കെ കാണിച്ചു. കുഞ്ഞുവാവയുടെ ഫോട്ടോ ഒക്കെ കിട്ടിയിട്ടോ. അപ്പോൾ വാവേനെയൊക്കെ കാണിച്ചു തരാം. പോയിട്ട് ഓടി വരാം. അപ്പോൾ ഞാൻ എൻ്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാൻ വീട്ടിലെത്തി. ചെക്കപ്പ് അല്ലായിരുന്നു കേട്ടോ, എൻ്റെ ഇന്നലെയായിരുന്നു എനിക്ക് സ്കാനിങ് ഉണ്ടായിരുന്നത്. സ്കാനിങ് 23-ാം തീയതി പോയി ചെയ്യാൻ പറഞ്ഞത്. 23 ഞാൻ കുറച്ച് ദിവസം ഡിലേ ആക്കിയത്. കാര്യം എനിക്ക് നെക്സ്റ്റ് മന്ത് കറക്റ്റ് ആ ഒരു ഡേറ്റിൽ പോകാൻ പറ്റത്തില്ല എന്ന് എനിക്ക് കൺഫേമാണ്. കാര്യം ഇതിൻ്റെ റുട്ടീൻ ചെക്കപ്പ് സ്കാനിങ് നെക്സ്റ്റ് മന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് ഡിലേ ആക്കിയതാണ് കേട്ടോ. 27-ാം തീയതി ആയിരുന്നു പോയി ചെയ്തു, സ്കാനിങ് ചെയ്ത്. സത്യത്തിൽ ഞാൻ പേടിച്ചാണ് ഞാൻ പോയത്. കാര്യം എനിക്ക് എനിക്ക് പ്രഗ്നൻസി സ്റ്റോറിയൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ്സ് കണ്ടിട്ടുണ്ട്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം ഓക്കെ ആവട്ടെ, എൻ്റെ സ്കാനിങ് കഴിയട്ടെ എന്ന് ഞാൻ കമൻറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ സ്റ്റോറിയായിട്ട് ഞാൻ പിന്നെ ചെയ്യാം. ഒരു കുട്ടി എനിക്ക് കമൻറ്റ് ചെയ്താൽ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിതൊരു കണ്ടൻറ്റ് ആണല്ലോ എന്ന്. എനിക്കിതൊരു കണ്ടൻറ്റേ അല്ല, ഇതെൻ്റെ ലൈഫാണ്. എൻ്റെ കുഞ്ഞെന്ന് പറയുമ്പം എനിക്ക് വരാൻ പോകുന്ന ആളായാലും എനിക്ക് എൻ്റെ കാശി ബേബീൻ്റെ കണക്ക് തന്നെയാണ്. സോ എനിക്കെങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല. ആ ഒരു ഫീലിങ്സിൽ തന്നെ മനസ്സിലാവുള്ളൂ. അനുഭവിച്ച് തന്നെ അറിയണം. അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ അങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ടാകും. സത്യത്തിൽ എനിക്ക് ട്രോള് കിട്ടിയില്ല കേട്ടോ. ഈ ഫാമിലി വ്ളോഗേഴ്സ് ഇതണക്ക് പ്രഗ്നൻസി റിവീൽ ചെയ്യുന്ന വീഡിയോയ്ക്ക് എല്ലാം ട്രോള് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ റിയാക്റ്റിംഗ് വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ എന്തോ ഭാഗ്യത്തിന് എന്നെ ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് മനസ്സിലാക്കാം നമ്മുടെ വീഡിയോസ് അത്ര റീച്ചൊന്നും അല്ല എന്ന്. റീച്ച് ആയിരുന്നതുകൊണ്ടേ ഓഫ് കോഴ്സ് എന്തായാലും എടുത്ത് ഇടുമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ ഏതോ ഒരു ചാനലിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചു കേട്ടോ. ചിത്ര എന്ന് പറയുന്നൊരു കുട്ടിയാണ് ഇൻ്റർവ്യൂവറാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. വിളിച്ചല്ല, അവൾ ആ കുട്ടി ആദ്യം മെസ്സേജ് അയച്ചു, ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു. ഞങ്ങൾ റിപ്ലൈ ചെയ്തു. എറണാകുളത്ത് വരാൻ പറഞ്ഞു, അല്ലെങ്കിൽ അവർ കൊല്ലത്തേക്ക് വരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളതിന് പോയില്ല കേട്ടോ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടി അവർ എന്തായാലും എന്തെങ്കിലുമൊക്കെ ചോദിക്കും. നമുക്കതൊന്നും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ലൈഫായിട്ട് ഇങ്ങനെ സ്മൂത്തായിട്ട് പോകണതാണ് നല്ലത്. അധികം ഭയങ്കര ഒരു ഹൈപ്പിൽ കൊണ്ടുപോകണം എന്ന്
തീരെ താല്പര്യമില്ല. ഇങ്ങനെ ഒരു ലെവലിൽ ഞങ്ങളായിട്ട് തന്നെ ജീവിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യമുള്ളത്. സോ അത് സ്കിപ്പ് ചെയ്ത് പിന്നെ വിളിച്ചപ്പോൾ ഞങ്ങൾ കോൺടാക്ട് ചെയ്തപ്പം ക്യാരിങ് ആണ്, വരാൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ടിട്ട് സ്കിപ്പ് ചെയ്യാണ് കേട്ടോ ചെയ്തു. ഒരുപാട് ഞാനപ്പോൾ ആലോചിക്കുക ഞാനൊക്കെ എന്ത് ചെയ്തിട്ടാണ് എന്നെയൊക്കെ ഇൻ്റർവ്യൂവിന് വിളിക്കാനെന്ന്. മുന്നേ ഞങ്ങളായിട്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇഷ്യൂസ് നടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുള്ളത് വേണ്ടിയിട്ട്. ഇപ്പം നമ്മളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചുമ്മാ എനിക്ക് തോന്നുന്നു പ്രഗ്നൻസിയുടെ വീഡിയോ റിവീൽ ചെയ്തപ്പോഴത്തേന് അതിന് മുമ്പെയാണ് കേട്ടോ വിളിച്ചത്. പ്രഗ്നൻസി റിവീൽ ചെയ്യുന്നതിന് മുന്നെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ വീഡിയോയ്ക്ക് ഒന്നും റീച്ചേ ഇല്ല, എന്നിട്ട് കൂടിയിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു നമ്മളെ വിളിക്കുന്നത്, അപ്പോൾ പിന്നെ ഈ ചുമ്മാ നടക്കുന്നവരെയൊക്കെ വിളിക്കുന്നുണ്ടല്ലോ എന്ന്. എന്തായാലും നമുക്ക് നമ്മളായിട്ടിരിക്കാം, അതാണ് നല്ലത്. ഒരുപാട് ഹൈപ്പിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരും ഇങ്ങനെ അങ്ങ് കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ ഓരോടുത്ത് ഇടിയിലങ്ങ് ഇടും. അനുഭവം ഉള്ളതുകൊണ്ടിട്ട് അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. എൻ്റെ സ്കാനിങ് കഴിഞ്ഞു. ഇതെൻ്റെ സ്കാനിങ് റിപ്പോർട്ടാണ്. എൻ്റെ ഫേസിലെ ഹാപ്പിനെസ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഓഫ് കോഴ്സ് ഇത് സത്യത്തിൽ ഞാൻ കാണിച്ച ഡോക്ടർ ശരിയല്ലായിരുന്നു. അതായിരുന്നു എനിക്ക് പറ്റിയ അബദ്ധം. ഒരുപാട് പേര് ഞാൻ പ്രഗ്നൻസി ടൈമിൽ പ്രഗ്നൻസി റിവീൽ ചെയ്ത വീഡിയോ ഇട്ടപ്പോഴത്തേന് അതിനകത്ത് കമൻറ്റ് ചെയ്ത് ആ ഡോക്ടർ കാണുന്നു. എനിക്ക് ആ ഡോക്ടർ തന്നെയാണ്, നെഗറ്റീവ് അല്ല കേട്ടോ. സത്യത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം, കുഞ്ഞാവേനെ കാണിച്ചു തരാം കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് സ്കാനിങ് റിപ്പോർട്ടാണ്. ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ആദ്യമേ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ ചെന്നപ്പോഴത്തേന് ഗോകുല് ഇഷ്ടമായില്ല. അതുകൊണ്ടിട്ട് 6 വീക്സിലെ നമ്മുടെ ഇതുണ്ടല്ലോ സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സ്കാനിങ്, അതായത് നമ്മുടെ ഡബിൾ മാർക്കറും ND സ്കാനും ഞാൻ അവരുടെ അടുത്ത് നിന്ന് ആദ്യം കാണിച്ച ഡോക്ടറെ അടുത്ത് നിന്ന് മേടിച്ചിട്ട് ഞാൻ കൊയിലോണിൽ ഞാൻ തന്നെ പോയി കാണുമായിരുന്നു കേട്ടോ ചെയ്തത്. പ്രിസ്ക്രിപ്ഷൻ മേടിച്ചു, ഞാൻ അവരുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ട് പോയി ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഫസ്റ്റ് 6 വീക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ അകത്ത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ LMP വെച്ചിട്ട് 1 വീക്ക് ലേറ്റാണ്, ബേബിക്ക് ഗ്രോത്ത് കുറച്ച് കുറവാണ്. പക്ഷേ ആ ഡോക്ടർ എന്നോട് വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ഗോകുന് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അവിടെ പിന്നെ പോകാണ്ടിരുന്നത്. ഇതുണ്ടോ, ഇത് നമ്മുടെ ND സ്കാൻ ചെയ്ത ടൈമിലുള്ള റിപ്പോർട്ടാണ്. ഇതാണ് നമ്മുടെ ബേബി, കണ്ട കുഞ്ഞു ആവാ. അത് കൈയും കാലും ഒക്കെ ഡെവലപ്ഡ് ആയിട്ട് വരുന്ന ആ ഒരു ടൈമിൽ എടുത്തിട്ടുള്ള സ്കാനിങ് ആണ്. ഇതിൻ്റെ അകത്തായാലും എനിക്ക് LMP വെച്ചിട്ട് 11 വീക്സ് 6 ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ സ്കാനിങ്ങിൽ എനിക്ക് 10 വീക്സ് 4 ഡേയ്സ് ആണ്, ഏകദേശം ഒരു 9 ഡേയ്സ് അടുപ്പിച്ചിട്ട് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ആ ടൈമിൽ എൻ്റെ പൊന്നടാ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ ഡോക്ടറോട് വട്ടം ഞാൻ പോയി കണ്ടോളൂ. വീട്ടിലാണ് പോയി കണ്ടിട്ട് ഞാൻ ഇത് കണക്ക് എനിക്കറിയത്തില്ലല്ലോ, ഇത് കൊണ്ട് കാണിച്ചപ്പോഴാണ് കുഞ്ഞ് ഗ്രോത്ത് കുറവാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു എന്തെങ്കിലും കുഴപ്പമാണോ ചോദിച്ചപ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ല, മൂത്ത ആൾക്ക് ഫീഡ് ചെയ്യുന്നതുകൊണ്ടിട്ടാണ്, ഫീഡ് ചെയ്യൽ നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഇതൊന്നുമില്ല. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 5-ാം മാസം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ പാടില്ല. മൂത്ത കുട്ടിക്ക് ഫീഡ് ചെയ്യുന്നത് ശരിയല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്നില്ലേ, അതിൻ്റെ ആ ഒരു മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ കുഞ്ഞിൻ്റെ വയറ്റിൽ പോകാൻ സാധ്യത, ലൂസ് മോഷനോ കിഡ്നിക്ക് വരെ പ്രോബ്ലംസ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. സോ അത് കുറയ്ക്കണം. എനിക്കിപ്പോൾ 5-ാം മാസമാണ് ഞാൻ വയ്ക്കുന്നത്. 6-ാം മാസം വരെ ഓക്കെയാണ്, കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഡോക്ടറെ ഇപ്പം ഞാൻ കാണുന്നത് ബീന മാമിനെയാണ് കാണുന്നത്. ബീന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് 6-ാം മാസം വരെ കുഴപ്പമില്ല. ബേബിയുടെ ഫീഡിങ് ഞാൻ ടൈം കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നെക്സ്റ്റ് മന്ത് എന്തായാലും നിർത്തണം. ഞാൻ നിർത്താൻ വേണ്ടിയിട്ട് പച്ചക്കറി അതൊക്കെ തേച്ച് നോക്കി. ആൾ പാല് കുടിക്കുമ്പം അതും കൂടെ വെച്ച് കുടിക്കാൻ തുടങ്ങി. അതുകൊണ്ടിട്ട് തന്നെ അതിനകത്ത് ഏക്കത്തില്ല. ഇനി എന്തോ ചെന്നിയായോ അങ്ങനെ എന്തോ മേടിച്ച് തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ അല്ല കേട്ടോ പറഞ്ഞത്, വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കൊടുക്കാണ്ടിട്ട് പാല് വറ്റിക്കാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞ ഒരു മാർഗ്ഗം വെച്ച് കഴിഞ്ഞാൽ പിച്ചിപ്പൂവും ക്യാബേജും വെച്ച് കൊടുത്താൽ മതി, പാല് വറ്റിപ്പോവും എന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തില്ല. അത് ട്രൈ ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. എനിക്കിപ്പോൾ വൺ സൈഡിൽ എനിക്ക് ലെഫ്റ്റ് സൈഡിൽ മിൽക്കില്ല, റൈറ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കില്ലായിരുന്നു. എനിക്ക് വാക്കില്ലാത്തതുകൊണ്ട് ഞാൻ കൊടുക്കില്ലായിരുന്നു. ആദ്യം തൊട്ടിട്ടേ ആദ്യമൊക്കെ കൊടുക്കുമായിരുന്നു, പിന്നെ കുറച്ചൊക്കെ കൊണ്ടുവന്നു. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലില്ല, റൈറ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം മറ്റേതൊക്കെ വെച്ച് നോക്കിയിട്ട് അതും കുറച്ച് കൊണ്ടുവരണം. ഒക്കെ പോട്ടെ. നമ്മുടെ ND സ്കാനിങ്ങിൻ്റെ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാൻ എന്തോ വലിയ സംഭവമാക്കി. ഡോക്ടർ കുറേ ടാബ്ലറ്റ്സ് തന്നു, കുറേ ടെസ്റ്റുകൾക്കൊക്കെ പറഞ്ഞു കുഞ്ഞിൻ്റെ ഗ്രോത്ത് കുറവാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ പാലിൽ കലക്കി കുടിക്കാൻ പൊടി, വെള്ളത്തിൽ കലക്കി കുടിക്കാൻ പൊടി, ടാബ്ലറ്റ്സ് തന്നെ ഒരു ചുമട് ടാബ്ലറ്റ്സ് ഉണ്ടായിരുന്നു. ഡെയിലി ഞാനൊരു 6-7 എണ്ണം കഴിക്കുമായിരുന്നു. അതൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് ചെറിയ പേടിയായി. അങ്ങനെയാണ് ഞാൻ ബീന മാമിനെ പോയി കാണുന്നത്. കണ്ടിട്ട് ഞാൻ പറഞ്ഞു എനിക്കിതാണ് കംഫർട്ടല്ല, ഞാൻ വന്നോട്ടേന്ന് 3-ാം മാസത്തിലാണ് ചെന്ന് പറയുന്നത്. അപ്പോൾ 3-ാം മാസം കഴിഞ്ഞു, ഞാൻ 7 മാസം വരെ നോക്കത്തുള്ളൂ എന്ന് ഡോക്ടർ കൺഫേം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി നെക്സ്റ്റ് മാറ്റി കാണിക്കാൻ പോകുന്നത് 4-ാമത്തെ ഡോക്ടറെയാണ്. നെക്സ്റ്റ് എന്തായാലും മാറ്റണം. 7 മാസം കഴിയുമ്പോൾ 7 മാസം വരെ ഇവിടെ മാം നോക്കുള്ളൂ. അതുകൊണ്ടിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ കൺഫേം ഞാൻ ഇവിടെ പോവുള്ളായിരുന്നു.
അപ്പോൾ നമ്മുടെ അനോമലി സ്കാനിങ് കഴിഞ്ഞതേണ്ടി ഇതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. എടാ മുന്നത്തെ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇങ്ങനെയായി ബേബീൻ്റെ ഫേസൊക്കെ കാണാൻ പറ്റുന്ന കണക്കിട്ട് ആയിട്ടുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മറ്റേ ആലപ്പുഴയിലെ ഇഷ്യൂൻ്റെ കാര്യം ഞാൻ രാവിലെ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഇപ്പോൾ ഡീറ്റെയിൽഡ് സ്കാനിങ് ആണ്, അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 5D സ്കാനിങ് ആണ്. കൊല്ലത്ത് എനിക്ക് തോന്നുന്നു കൊയിലോണിൽ മാത്രമേ ഉള്ളൂ. കൊയിലോണിൽ പോയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉണ്ട് നമ്മുടെ ബേബീനെ ഞാൻ കാണിച്ചു തരാം. നീണ്ടേ ഇപ്പം നമ്മുടെ ബേബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഇങ്ങനെ ആയിട്ടുണ്ട്. കണ്ട ബേബീൻ്റെ ഫേസ് കാണുന്നുണ്ടോ? ഇത് കാണിക്കലെന്ന് പറഞ്ഞുകൊണ്ട് പലരും കമൻറ്റ് ചെയ്യും. എനിക്കതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് കാണിക്കണമെന്ന് തോന്നി ഞാൻ കാണിച്ചു. ദേണ്ട കണ്ട കാശിയുടെ സമയത്തും സെയിം ഇത് കണക്കായിരുന്നു, ചരിഞ്ഞായിരുന്നു കൊടുക്കുന്നത്. ജാനിമോളുടെ എന്ന് പറഞ്ഞാൽ ജാനിമോളുടെ അവിടെയായിരുന്നു PNലായിരുന്നു കാണിച്ചിരുന്നത്. അതുകൊണ്ട് കൊയിലോണിലാണ് സ്കാൻ ചെയ്തത്. ജാനിമോളുടെ നേരെയുള്ള ഫേസ് കാണാൻ പറ്റി. സെയിം ആ ഒരു ഫേസ് തന്നെയാണ് കേട്ടോ വന്നത്. എൻ്റെ ബേബീനെ നോക്ക് ചരിഞ്ഞിട്ട്. കാശി എങ്ങനെയാണോ കിടന്നത് അതുപോലെ തന്നെ ചരിഞ്ഞ് തന്നെയാണ് കിടക്കുന്നത്. കാശിയുടെ സെയിം ഫേസുമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ബേബി ഗേൾ ആയിരിക്കട്ടെ എന്ന്. സത്യത്തിൽ എനിക്കൊരു ബേബി ബോയിനെ കൂടെ വേണമെന്നാണ് ആഗ്രഹം. പിന്നെ ദൈവം എന്ത് തന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതിനിടയ്ക്ക് ദുബായിൽ പോകാൻ പറ്റിയായിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് ഒരു ജെൻഡർ പ്രൊഡിക്ഷനൊക്കെ നോക്കിയേനായിരുന്നു. പോട്ടെ. ഇപ്പം നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ പ്രഗ്നൻസി ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ LMB വെച്ചിട്ട് 9 weeks 3 days ആണ്. പക്ഷേ സ്കാനിങ്ങിൽ 18 days 1 day ആണ് കാണിക്കുന്നത്. ഇപ്പോൾ 2 day ആയിട്ടോ, പിറ്റേ ദിവസമായപ്പം ഏകദേശം ഒരു 9 days ഡിഫറൻസ് ഉണ്ടെന്ന് ഇന്ന് മാമിനെ കണ്ടപ്പോൾ മാം പറഞ്ഞു അത് വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത് അതായത് അയണും കാൽസ്യവും മാത്രമാണ്. പിന്നെ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ്സും അത് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് വജൈനൽ ഇച്ചിനെസ് ഉണ്ട്. എനിക്ക് വൈറ്റ് ഡിസ്ചാർജ് ഇല്ല. ഞാൻ ഡോക്ടറോട് ഇന്ന് പറഞ്ഞു എനിക്ക് വൈറ്റ് ഡിസ്ചാർജ് ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടായിരുന്നു, ഇച്ചിനെസ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് വൈറ്റ് ഡിസ്ചാർജ് ഇല്ല. എനിക്ക് ഓയിൽമെൻറ്റ് വന്നു. ഓയിൽമെൻറ്റ് അത് അവിടെ ഇരിക്കുന്നു. ഓയിൽമെൻറ്റ് തന്നു. വേറെ മരുന്നോ കാര്യങ്ങളൊന്നും തന്നില്ല. നെക്സ്റ്റ് മന്ത് ചെല്ലാൻ പറഞ്ഞു. സോ ഇനിയിപ്പോൾ നമ്മൾ ബേബിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. എനിക്കറിയാം എന്ത് ബേബിയാണ് എന്നുള്ളത് എനിക്കറിയാം. അത് ഈ ഡെലിവറി കഴിയുമ്പം ഞാൻ പറയാം ഏതാണ് ബേബി എന്നുള്ളത്. അതിന് മുമ്പ് ഞാൻ പറയില്ല. പിന്നെന്താ പറയുക, വേറെ എല്ലാം ഓക്കെയാണ്. ഇന്നലെ സ്കാൻ ചെയ്ത് ഡോക്ടറും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ദേവുൻ്റെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ഇതുവരെ ഇന്ന് എടുത്ത് പറഞ്ഞു. കാര്യം ഇനി എന്തെങ്കിലും ആയാലും ഡോക്ടറുടെ ഉത്തരവാദിത്വം അല്ല എന്ന്. ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട്, ആലപ്പുഴയിലെ പ്രശ്നം ഉള്ളതുകൊണ്ടിട്ടാണ് സ്കാനിങ് സെൻറ്റർക്ക് എന്തോ ക്ലോസ് ചെയ്യുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടാണ് സ്കാൻ ചെയ്യുന്നത്. ഒരു വട്ടം സ്കാൻ ചെയ്തതിന് ശേഷം അവർ ഓൾറെഡി ചെന്നപ്പോൾ തന്നെ പറഞ്ഞു 75% നോക്കാൻ പറ്റുള്ളൂ. അതിന് ശേഷമുള്ള 25% ദൈവത്തിൻ്റെ കയ്യിലാണ്, കുഞ്ഞ് ജനിക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യമേ തന്നെ ഭയങ്കര ബ്രീഫാണ്. ഞാൻ ആലോചിച്ചത് എന്താണ്. പിന്നെ പുറത്തിറങ്ങിയപ്പോഴാണ് പുറത്ത് കുറേ എൻ്റെ കണക്ക് ക്യാരിങ് എയർ ഉണ്ടായിരുന്നു. അപ്പോൾ ആരാണ് പറഞ്ഞത് എനിക്ക് ആലപ്പുഴയിലെ പ്രശ്നം വെച്ചിട്ടാണ് ഈ പറയുന്നതെന്ന്. എന്തായാലും എല്ലാവർക്കും നല്ല ആയുരാരോഗ്യത്തോടെ ഉണ്ണിവാവേനെ കിട്ടട്ടെ. ആര് ക്യാരിങ് ആയിട്ടിരുന്നാലും എപ്പോൾ ക്യാരിങ് ആയാലും ആയുരാരോഗ്യത്തോടെ ഉണ്ണിനെ കിട്ടട്ടെ. ഈ സത്യത്തിൽ ഈ കൊല്ലാനൊക്കെ കിട്ടുന്നവരൊക്കെ ഉണ്ടല്ലോ, ലൈക്ക് ഡെലിവറി പ്രസവം കഴിഞ്ഞ് വീട്ടിൽ പ്രസവിച്ച് അന്നേരം എടുത്ത് എറിയുന്ന അങ്ങനെയുള്ളവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ളവർക്കായാലും കിട്ടാണ്ടിരിക്കട്ടെ. ഒരുപാട് അവർ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്. എൻ്റെ ഈ സെക്കൻഡ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഞാൻ ആഗ്രഹിച്ചാണ് കേട്ടോ. എനിക്ക് കാശിക്ക് ഒരു 5 months ഉള്ളപ്പോൾ തൊട്ടിട്ട് ഞാനിങ്ങനെ കരുതി ഇരിക്കുമായിരുന്നു എനിക്കൊരു ബേബി കൂടെ വേണം. പെട്ടെന്നായി കഴിഞ്ഞാൽ ട്വിൻസിനെ പോലെ വളരുമല്ലോ, 2 പേർക്കും ഒരേ കണക്കുള്ള ഡ്രസ്സൊക്കെ മേടിച്ചിടണം, ഒരേപോലെ വളർത്തണം. ഞാനും എൻ്റെ അനിയത്തി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജനിച്ച് എനിക്ക് 1 വയസ്സായി 4 മാസം കഴിഞ്ഞപ്പം എൻ്റെ അനിയത്തി വന്നു. 1 വയസ്സ് 4 മാസം ഉള്ളപ്പോഴാണ് അനിയത്തി വന്നത്. ഞങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുള്ളൂ, 1 വയസ്സിൻ്റെ വ്യത്യാസം അതുകൊണ്ടിട്ടുള്ളൂ. സോ ഞങ്ങൾ വളർന്നു വെച്ച് കഴിഞ്ഞാൽ ഒരേപോലെയാണ്. പഠിക്കാൻ പോകുമ്പോൾ എല്ലാം ഒരേ കണക്ക് മുടിയൊക്കെ കെട്ടി, ഫേസൊക്കെ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടിയിട്ടും ഞങ്ങൾ ഒരേ കണക്ക് മുടിയൊക്കെ കെട്ടും, ഒരേ കണക്കുള്ള ഡ്രസ്സുകളിടും, ഒരേ കളറിലുള്ള ഡ്രസ്സായിരിക്കും, അല്ലെങ്കിൽ ഒരേ മോഡലിൽ 2 കളേഴ്സിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെയായിരുന്നു പോകുന്നത്. നല്ല രസമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ചോദിക്കുമല്ലോ ട്വിൻസാണോ എന്ന് ചോദിക്കുമല്ലോ. സോ എനിക്കും ആ ഒരു ആഗ്രഹമായിരുന്നു. എല്ലാവരും ഒരിക്കലൊക്കെ നടത്തുമ്പോൾ ചോദിക്കുമല്ലോ ട്വിൻസാണ്. ഇപ്പം ജാനിമോക്ക് കാശി കൊടുക്കും. ഞാൻ കാശിക്ക് ഒരു നിക്കർ ഉടുപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജാനിക്കും കൂടെ എടുക്കും. അവൾക്ക് ഇട്ടുകൊണ്ട് നടക്കാമല്ലോ. പെങ്കൊച്ചായ പോലെയുണ്ട് നിക്കർ ഉടുപ്പ് ഇടാമല്ലോ, ഇപ്പം കുഞ്ഞല്ലേ അതുകൊണ്ടിട്ട്. അപ്പോൾ അവർ രണ്ടുപേരെയും ഒരിക്കലൊക്കെ വീട്ടിലൊക്കെ നിർത്തുമ്പോൾ എല്ലാവരും വന്നിട്ട് ചോദിക്കും ട്വിൻസാണോ എന്ന് ചോദിക്കാറുണ്ട്. സോ ഇനി ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. ഭയങ്കര സന്തോഷം, ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നല്ലോ എന്ന് ഓർത്തിട്ട്. ഇതുവരെ ഭയങ്കര ടെൻഷനാണ് സത്യത്തിൽ. ഇന്നലത്തെ സ്കാനിങ് കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. എൻ്റെ കയ്യിൽ കിട്ടുന്നവരെ എനിക്ക് നമ്മുടേതാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ.
സോ ഇപ്പം ഒരു പകുതി ഒരു 50% ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നറിഞ്ഞത്. സത്യത്തിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഈ ഡോക്ടർ പറഞ്ഞ ആ ഒരു പേടിപ്പിച്ചത് മൈൻഡിൽ ഇങ്ങനെ ഞാൻ ഇവിടെ ബീന മാമിനെ കണ്ടപ്പോൾ ബീന മാം അന്നേ പറഞ്ഞു വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന്. പൊട്ടി ഞാൻ 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 എന്തിനു ചെയ്യാൻ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ബേബിനെയൊക്കെ കണ്ടല്ലോ, എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. ബിക്കോസ് ഇതെൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി പെട്ടെന്ന് തന്നെ ആയതുകൊണ്ടിട്ട് ആദ്യത്തേൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, രണ്ടാമത്തേൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ടിട്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ശരി, നമുക്ക് പിന്നെ കാണാം. ടാറ്റാ.